മേരീസ് ലവ്ലി കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു മട്ടൻ ബിരിയാണി തയ്യാറാക്കാം. ഞാനിവിടെ 1 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ആദ്യം നമുക്ക് മട്ടൺ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഞാനിവിടെ ഒരു കുടം വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 6 പച്ചമുളകും കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊരു പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇത് നമുക്ക് മട്ടണിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും അല്പം പുതിനയിലയും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കാം. എല്ലാം കൂടെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചുവന്നുള്ളിയും കൂടിയുള്ള പേസ്റ്റ് അതിൽ കൂട്ട് 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് തൈരും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. രണ്ട് സവാള ഫ്രൈ ചെയ്തതും കൂടെ ഇതിലേക്ക് ചേർക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒരു പ്ലാസ്റ്റിക് റാപ്പർ കൊണ്ടൊന്ന് കവർ ചെയ്തിട്ട് 1 മണിക്കൂർ മാറ്റി വെക്കാം. 1 മണിക്കൂറിൽ കൂടുതൽ വെക്കുന്നത് നല്ലതാണ്. ഞാനിവിടെ 1 മണിക്കൂറാണ് വെക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. ഞാനിവിടെ മട്ടൺ വേവിച്ചെടുക്കുന്നത് ഒരു കുക്കറിലാണ്. അതുകൊണ്ട് ഞാനിവിടെ കുക്കറിൽ തന്നെയാണ് മസാല തയ്യാറാക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ സവാള ഫ്രൈ ചെയ്ത ഓയിലാണ്. ആ ഓയിലിൽ കൂട്ടൊരു 3 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒണിയൻ സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ഒണിയനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇപ്പോൾ സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒരു പേസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കൂട്ട് നമ്മൾ 3 ടേബിൾ സ്പൂൺ ആയിരുന്നു മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തത്. ബാക്കിയുള്ള പേസ്റ്റ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ആദ്യമേ തന്നെ 6 പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് 1 ടീസ്പൂൺ പെപ്പർ പൗഡറും ചേർത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളകിൻ്റെ അളവ് കൂട്ടുക, അല്ലെങ്കിൽ മുളക് പൊടി ചേർക്കുമ്പോൾ എരിവുള്ള മുളക് പൊടി അല്പം കൂടുതൽ ചേർത്താം. പൊടികളൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. പുതിനയില കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. മല്ലിയിലയാണ് ഞാൻ ഇതിൽ കൂടുതൽ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൺ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇത് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. 1.5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഞാനിത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇതിലേക്ക് നമ്മൾ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. മട്ടണിൽ നിന്ന് തന്നെയുള്ള വെള്ളം ഇറങ്ങി വന്നോളും. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് ഒരു 4 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ആദ്യം ഒരു വിസിൽ വന്നതിന് ശേഷം ഞാനിവിടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത്. ഓരോ കുക്കറിൻ്റെയും മട്ടൻ്റെയും ഒക്കെ അനുസരിച്ച് അതിൻ്റെ വേഗിന് വ്യത്യാസം വരും. ഞാനിവിടെ 4 വിസിൽ വരെയാണ് വയ്ക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള റൈസ് തയ്യാറാക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക്. ഇതിലേക്ക് 4 ഏലക്കയും 4-5 ഗ്രാമ്പും 1 കഷ്ണം പട്ടയും 2 ബേ ലീഫും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. റൈസ് 20 മിനിറ്റ് സോക്ക് ചെയ്തതിന് ശേഷം വെള്ളം പോകാൻ വേണ്ടിയിട്ട് കൊലാണ്ടറിൽ എടുത്ത് വെച്ചിരുന്നതാണ്. ആ റൈസ് നമുക്ക് 2 മിനിറ്റ് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 4 കപ്പ് റൈസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വെയിറ്റ് 700 ഗ്രാം വരും. 1 കിലോ മട്ടനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 1 കിലോ മട്ടന് 700 ഗ്രാം റൈസുമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ചേർക്കുന്നത്. നമ്മളിത് 20 മിനിറ്റ് സോക്ക് ചെയ്തത് കൊണ്ട് 1.5 കപ്പ് വെള്ളമാണ് 1 കപ്പ് റൈസിന് ചേർക്കുന്നത്. അപ്പോൾ 4 കപ്പ് റൈസിന് 6 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ഈ വെള്ളത്തിൽ പാകമാവുന്നതിനേക്കാളും ഒരല്പം കൂടി മുന്നിട്ട് നിൽക്കണം. അപ്പോഴായിരിക്കും റൈസിന് കറക്റ്റായിട്ട് ഉപ്പ് പാകമാവുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും ഇത് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ റൈസ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. മട്ടനും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. 4 വിസിൽ വന്നതിന് ശേഷം പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതിൽ കുറച്ച് വെള്ളം കൂടുതൽ കാണുന്നുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. മട്ടൻ പാകത്തിന് വെന്തിട്ടുണ്ട്. ബിരിയാണി സെറ്റ് ചെയ്യുന്ന പാത്രത്തിൽ തന്നെയാണ് ഞാനിവിടെ മട്ടൻ ചേർത്ത് കൊടുത്തത്. ഇപ്പം ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഗ്രേവി മാത്രമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് അല്പം മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലെയർ റൈസും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ലെയർ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് സവാള ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കാം. അല്പം ഗരം മസാല പൊടി ഒന്ന് മുകളിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കാഷ്യൂ നട്ട്സും കിസ്മിസും ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് സാഫ്രൺ മിൽക്ക്, അല്പം സാഫ്രൺ ചെറിയ ചൂടുള്ള പാലിൽ ഇട്ട് വെച്ചിട്ട് ആ സാഫ്രൺ മിൽക്കും കൂടി ഇതിൻ്റെ മുകളിലേക്ക് അല്പം ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് അല്പം മല്ലിയിലയും പുതിനയിലയും കൂടെ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലെയർ റൈസും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലെയർ റൈസ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ മട്ടൺ ഇട്ടിട്ട് വീണ്ടും ഒരു ലെയർ റൈസും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മട്ടൺ ഏറ്റവും താഴെയാണ് വെച്ചിട്ടുള്ളത്. 2 ലെയർ റൈസ് അതിൻ്റെ മുകളിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് അല്പം സാഫ്രൺ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. സവാള ഫ്രൈ ചെയ്തതും കാഷ്യൂ നട്ട്സും കിസ്മിസും ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കാം. അല്പം ഗരം മസാലയും മല്ലിയിലയും പുതിനയിലയും ചോപ്പ് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് 20 മിനിറ്റ് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെക്കാം. ഒട്ടും ആവി പുറത്ത് പോകാത്ത ഒരു അടപ്പ് വെച്ചിട്ടാണ് ഞാനിത് അടച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് 20 മിനിറ്റ് കഴിയുമ്പം ഇതൊന്ന് തുറന്ന് നോക്കാം. സ്റ്റീം വരുന്നതാണ് ഇതിൻ്റെ പാകം. നമ്മളിത് വെച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഇതിലേക്ക് സ്റ്റീമൊക്കെ വന്നു തുടങ്ങി നല്ലൊരു ബിരിയാണിയുടെ മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കുക. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.